ഹായ്, ഇന്ന് വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല. അപ്പോൾ ചെടികളെയോ പൂക്കളെയോ ഒക്കെ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിലുള്ള കുറച്ച് ചെടികളാണ്. കുറച്ച് വെജിറ്റബിൾസ്, അതായത് ഇത് പച്ചമുളക് കണ്ടില്ലേ, നിറയെ കായ്ച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശംഖുപുഷ്പമുണ്ട്. ശംഖുപുഷ്പത്തിൽ ഞങ്ങൾ ഡെയിലി പൂക്കൾ പറിക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ബ്ലൂ ടീ ഉണ്ടാക്കി കുടിക്കാറുമുണ്ട്. അതുപോലെ തന്നെ വെള്ളരി ഉണ്ട് കേട്ടോ. അത് വെള്ളരി എങ്ങനെയാണെന്ന് വെച്ചാൽ തനിയെ വന്നതാണ്. അതുപോലെ മല്ലിക കണ്ടില്ലേ, മല്ലികയിലൊക്കെ നന്നായിട്ട് പൂവ് ഉണ്ടായിട്ടുണ്ട്. വെള്ളരി ഞാൻ ഇങ്ങനെ പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ ഇടയ്ക്ക് മേലെ കൊണ്ടുവിടും കേട്ടോ. അതായത് ചട്ടിയിൽ ഇടുമ്പോൾ ഇങ്ങനെ തനിയെ വളർന്നു വന്നതാണ്. പക്ഷേങ്കിലെല്ലാം പെട്ടെന്ന് തന്നെ പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാനൊരു വളപ്രയോഗം ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എത്ര നോക്കിയിട്ടും ചെടികളൊന്നും ഇതുപോലെ പെട്ടെന്ന് പൂവിടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതുവരെ ഇതുപോലെ ഒരു വളം പ്രയോഗം ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ പഴം വാങ്ങാത്തൊരു വീടും കാണില്ലല്ലോ. അപ്പോൾ പഴത്തൊലി ഉണ്ടല്ലോ, അതായത് നമ്മുടെ കദളിപ്പഴത്തിൻ്റെതോ നേന്ത്രപ്പഴത്തിൻ്റെതോ ഏത് പഴം ആയിക്കോട്ടെ, ഈ പഴത്തൊലിയിൽ ധാരാളം മഗ്നീഷ്യം അതുപോലെ തന്നെ പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാസ്യം എന്താണെന്ന് വെച്ചാൽ ചെടികൾ പെട്ടെന്ന് പൂടാനും വെജിറ്റബിൾസ് ചെടികളൊക്കെ പെട്ടെന്ന് കായ്കളൊക്കെ വരാൻ സഹായിക്കുന്നതാണ് ഈ പൊട്ടാസ്യം. അപ്പോൾ പഴത്തിൽ ധാരാളം ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ പഴത്തിൻ്റെ തൊലി അങ്ങനെ തന്നെ ഒരു കണ്ടെയ്നറിലിടാം, ഇല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് 4-5 ദിവസം അതങ്ങനെ എവിടെ സൂക്ഷിക്കണമെന്ന് വെച്ചാൽ ഒട്ടും സൂര്യപ്രകാശം തട്ടാത്ത ഒരു സ്ഥലത്ത് സൂക്ഷിക്കണം. ഞാനിവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെയോ അലുമിനിയം ഏത് ബോട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഈ വെള്ളം ഞാൻ വേറൊരു ബക്കറ്റിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ടേക്ക് 3 ഇരട്ടിയിലധികം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൽ കാണുന്ന ചെടികളുണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ വീട്ടിൽ നിങ്ങളെ ചെടിയൊക്കെ നട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ ഉണ്ടാകും കേട്ടോ. വെള്ളേരിയിലൊക്കെ ആണെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ചെടിയൊക്കെ വലുതായി പൂവൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതുവരെ ചെയ്തു നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ ഡെയിലി ഒന്നും ഈ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. 2 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ ചെയ്താൽ തന്നെ നമ്മുടെ ചെടിയിലെ മാറ്റം നമുക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും. ഇതുവരെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക. ചെയ്തവരൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പോയിക്കണേ. വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണേ. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.